എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റോർ കീപ്പർ എന്നുള്ള ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ ഒരു സിലബസ് ബാധകമായിട്ടുള്ള പോസ്റ്റുകളെന്ന് പറയുന്നത് ലൈറ്റ് കീപ്പർ ആൻഡ് സിഗ്നലർ പോർട്ട് കാറ്റഗറി നമ്പർ 383/19, സ്റ്റോർ കീപ്പർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അപ്പെക്സ് സൊസൈറ്റീസ് കാറ്റഗറി നമ്പർ 238/20, സ്റ്റോർ കീപ്പർ ഇൻ മാറ്റിസ് ഫെഡ് കാറ്റഗറി നമ്പർ 239/20 ആൻഡ് 240/20, ലബോറട്ടറി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 258/20. അപ്പോൾ ഇതിൽ ഇത്രയും പോസ്റ്റുകളിലേക്കുള്ള വിശദമായ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നോക്കാൻ പോകുന്നത്. മുകളിൽ പറഞ്ഞ അത്രയും പോസ്റ്റുകളിലേക്കുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനാണ്. അതിൽ ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, പിന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. രണ്ടാമത്തെ പാർട്ട് ആനുകാലിക വിഷയങ്ങളാണ് 20 മാർക്ക്. മൂന്നാമത്തെ പാർട്ട് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ അതായത് നമുക്കിപ്പം മലയാളമാണ് വരുന്നത്, മലയാളം 10 മാർക്ക്. അപ്പോൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനാണ്. അതിൽ ചരിത്രം എന്നുള്ള ആ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. കേരളം, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ലോകം എന്നുള്ള സെക്ഷനിൽ വരുന്ന സബ്ജക്റ്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഭൂമിശാസ്ത്രം എന്നുള്ള വിഭാഗത്തു നിന്ന് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇന്ത്യ എന്നുള്ള സെക്ഷനിൽ വരുന്നത് ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തരമഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. കേരളം എന്നുള്ള സെക്ഷനിൽ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അടുത്തത് ധനതത്വശാസ്ത്രം എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്ന് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇന്ത്യൻ ഭരണഘടന 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ വരുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 73, 74, 86, 91.
പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അടുത്തത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കിന് ചോദിക്കുന്നതാണ്. അതിൽ വരുന്നത് കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. അടുത്തത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അതിൽ വരുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്തത് ഭൗതികശാസ്ത്രം 3 മാർക്കിന് ചോദിക്കുന്നതാണ്. അതിൽ വരുന്നത് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ചലനം, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, പ്രകാശം, ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ശബ്ദം, വിവിധതരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപതനം. ബലം, വിവിധതരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ കൊഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം, ഗുരുത്വാകർഷണം, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പലായന വേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം. താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത, പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധതരം ഉത്തോലകങ്ങൾ. രസതന്ത്രം 3 മാർക്കിന് ചോദിക്കുന്നതാണ്. അതിൽ വരുന്നത് ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. അടുത്തത് കലാ, സാഹിത്യം, കായികം, സംസ്കാരം 5 മാർക്കിന്. കല എന്നുള്ള ഭാഗത്തു നിന്ന് ചോദിക്കുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. കായികം, കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ, ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. സാഹിത്യം, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. സംസ്കാരം,
കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിൻ്റെയാണ്. ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ്, നെയിംസ് ആൻഡ് യൂസസ്. ഔട്ട്പുട്ട് ഡിവൈസസ്, നെയിംസ് ആൻഡ് യൂസസ് ഓർ ഫീച്ചേഴ്സ്. മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്. രണ്ടാമത് സോഫ്റ്റ്വെയർ, ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്സ്, ഡാറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്, യൂസസ്, ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്. Basics of programming, types of instructions, input, output, store, control, transfer. Languages need not be considered. മൂന്നാമത്തെ സെക്ഷൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, LAN, WAN, MAN. ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയ. നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ. യൂസസ് ഓഫ് ഈച്ച്. ഇൻ്റർനെറ്റ് സർവീസസ്, www, ഇമെയിൽ, search engines, examples and purposes. Social media, examples and features. Web designing, browser, HTML, basic only. E-governance, cyber crimes and cyber laws. Types of crimes, awareness level, IT Act and other laws, awareness level. അടുത്ത സെക്ഷൻ സുപ്രധാന നിയമങ്ങളാണ്. 5 മാർക്ക്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. Protection of consumers, rights of consumers, law for the protection of vulnerable sections, protection of civil rights, atrocities against SC and ST, National Commission for SC or ST, Kerala State SC/ST Commission, National and State Minority Commission, National Human Rights Commission, State Human Rights Commission, protection of senior citizen, protection and safeguard of women, offences affecting public decency and morals, National and State Commissions for Women, the Protection of Women from Domestic Violence Act 2005, Protection and Safeguard of Children, Protection of Children from Sexual Offence, POCSO Act 2012. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. ലഘുഗണിതം 5 മാർക്കിനാണ്. അതിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ശതമാനം, പെർസെൻറ്റേജ്, ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സാധാരണ പലിശയും കൂട്ടുപലിശയും, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സമയവും ദൂരവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും പ്രവൃത്തിയും, ടൈം ആൻഡ് വർക്ക്, ശരാശരി, ആവറേജ്, കൃത്യാങ്കങ്ങൾ, ലോസ് ഓഫ് എക്സ്പോണൻസ്, ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, മെൻസുറേഷൻ, പ്രോഗ്രഷനുകൾ. പിന്നെ അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 5 മാർക്കിൻ്റെയാണ്. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, സീരീസ് എന്നുള്ളതാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസ്, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, അനലോജി, വേർഡ് അനലോജി, ആൽഫബറ്റ് അനലോജി, നമ്പർ അനലോജി, ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ്മാൻ ഔട്ട്, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ്, ദിശാവബോധം, സെൻസ് ഓഫ് ഡയറക്ഷൻ, ക്ലോക്കിലെ സമയവും കോണളവും, ടൈം ആൻഡ് ആംഗിൾസ്, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, ടൈം ഇൻ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, കലണ്ടറും തീയതിയും, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ, ക്ലറിക്കൽ എബിലിറ്റി. അടുത്തത് ജനറൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കിനാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, definite and indefinite articles, uses of primary and modal auxiliary verbs, tag questions, infinitive and gerunds, tenses in conditional sentences, preposition, the use of correlative, direct and indirect speech, active and passive voice, correction of sentence, vocabulary 5 മാർക്കാണ്. അതിൽ വരുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, collective nouns, word formation from other words and use of prefix or suffix, compound words, antonyms, synonyms,
ഫ്രേസൽ വേർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, വേർഡ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്. പിന്നെ പ്രാദേശിക ഭാഷകൾ എന്നുള്ള സെക്ഷനിൽ നമുക്ക് വേണ്ടത് മലയാളമാണ്. അത് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. അപ്പോൾ ഇത്രയാണ് സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾക്കും മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.